ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കഴിയുന്നു. ഇവിടെ ദൈവാവച്ചയും ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ 24 മണിക്കൂറും വാവച്ചിന് കൂടുതൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് നമ്മളിന്ന് വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. ഹലോ ആച്ചി, വാവച്ചിക്ക് ജീവരുന്നു 24 മണിക്കൂർ വാവച്ചിനോട് തന്നെയാണ് എൻ്റെ സഹവാസം അല്ലേ ആച്ചി? അല്ലേ? നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം സ്വാഗതം പറഞ്ഞില്ലല്ലോ വാവച്ചി. സ്വാഗതം. ഗുഡ് മോർണിംഗ് വാവച്ചി. രാവിലെ എണീറ്റ് വാവച്ചി ഇവിടെ കളറ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. അയ്യോ, എന്ത് ഗുഡ് മോർണിംഗ്, ഇത്ര നീട്ടം. മോൻ കാണിച്ച് നോക്കട്ടെ കുഞ്ഞിൻ്റെ. വാവച്ചിക്ക് നാണമാണ്. വാവച്ചിക്ക് നാണമാണ്. വാവച്ചിക്ക് നാണമാണ്. ഞാന് കപ്പ. അച്ഛ കപ്പ വേണോ? എന്ത്? ഞാൻ കഴിക്കാൻ പോണത് കപ്പയാണ്. വാവച്ചി സാൻഡ്വിച്ചും കഴിക്കും, ഞാൻ കപ്പയും കഴിക്കും. കപ്പ മീൻകറി കൂട്ടാൻ നോർത്തു, പക്ഷെ രാവിലെ തന്നെ എനിക്ക് മീൻകറി കൂട്ടാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കപ്പ മാത്രമേ കഴിക്കുള്ളൂ. അല്ലേ? ഇത്തിരി നീ കപ്പ കഴിച്ചു നോക്ക്, ടേസ്റ്റ് ചെയ്ത് നോക്കണുണ്ടോ? അത് എനിക്ക് വേണ്ട. യാ അച്ഛ കുറച്ച് കപ്പ കഴിക്കും, ഇത്തിരി കഴിക്കുക, തുള്ളി പ്ലീസ്. അപ്പോൾ ഞാൻ കഴിക്കാം കപ്പ. ഓക്കെ. കുറേ നാൾ ശേഷമാണ് കപ്പ കഴിക്കുന്നത്. രാവിലെ ഞാൻ മോസ്റ്റ്ലി കപ്പ കഴിക്കാറില്ലാത്ത, പക്ഷെ ഇത് കുറേ നാൾ ശേഷം കപ്പ കിട്ടിയപ്പം കപ്പ കഴിക്കാൻ തോന്നി. ഒത്തിരി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്താണ് കപ്പ ഇഷ്ടമല്ലാത്ത വാച്ചി? എങ്ങനെ ഇരിക്കും? കക്കി ഇരിക്കുമോ? കപ്പ കക്കി ഇരിക്കും, അതുകൊണ്ടാണ് വാച്ചി കഴിക്കാത്തത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വണ്ടിയിൽ ഉള്ളിയും സവാളയും ഇഞ്ചിയൊക്കെ വലിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. വാങ്ങിച്ചാ? ഇതെന്തുവാ അത്? പേരെന്തുവാടാ കണ്ണ? വെള്ളപ്പൂണ്ടോ? നോക്കട്ടെ. ഉള്ളിയാണോ? ഉള്ളിക്കാണോ വെള്ളപ്പൂണ്ടെന്ന് പറയുന്നത്? ചെറിയ ഉള്ളി എത്രയാടാ? നോക്കട്ടെ. ആവച്ചയാണ് ഇവിടെ എല്ലാ സാധനവും വാങ്ങുന്നേ. ഇനി എവിടെ പോവാ? ഇനി വാങ്ങാൻ പോവാ? നമുക്കിത് എടുത്ത് വയ്ക്കാന്ന്. ആവച്ചത് പൊക്കാൻ വലിച്ചില്ല, മമ്മ എടുക്കാം. ഇതെന്താ? അയ്യ, അപ്പം അത് വെള്ളപ്പൂണ്ടെന്ന് പറഞ്ഞ നീ. അത് ചെറിയ ഉള്ളി, ഇത് വലിയ ഉള്ളി. സവാളയാണ്. വെള്ളപ്പൂണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയാ. വെങ്കായമാണ് സവാള. വെങ്കായം. അമ്മ എടുക്കാം. വെങ്കായം. എന്താണ് കളിക്കുന്നത്? പസിൽസോ? ബബിൾസ് അല്ലല്ലോ, പസിൽസ് അല്ലേ? ഇതിന്റെ എന്ത് പസിൽസിന്റെ? ഇത് പ്രിൻസസിന്റെ ആണോ? ഇത് കണ്ടോ? അപ്പം താടി പറന്നുപോയി. അപ്പം താടി എൻ്റെ കയ്യിൽ നിന്ന് പറന്നുപോയി. ഇപ്പോൾ അത് കറക്റ്റ് ആക്കിയോ എല്ലാം? വാ, ഇതാരാ വച്ചേ? വാവച്ചയാണോ? വാവച്ചിയുടെ ഫ്രണ്ടാണ്? കാർത്തിയാണോ വച്ചേ? ഉറപ്പാണ്? വാ, കൊള്ളാം കൊള്ളാം, സൂപ്പർ സൂപ്പർ. കാട്ടത്ത് പറന്നുപോയി. വെരി ഗുഡ് വാവച്ചി. എനിക്ക് ഒന്നും കൂടെ ഷഫിൾ ചെയ്യാം, എന്നിട്ട് ഒന്നും കൂടെ വയ്ക്കണം. ഇനി വെച്ച് നോക്കട്ടെ. ചെയ്താ? വെരി ഗുഡ് വാവച്ചി. വാവച്ചി, മഴ പെയ്യോ? മഴ പെയ്യാണ്ടിരിക്കുമോ? മഴ പെയ്യുമെന്ന്
ഉറപ്പാണോ? മഴ പെയ്തില്ലെങ്കിൽ എന്ത് കോമ്പറ്റീഷൻ? ആർക്ക്? ശരി, മാവച്ചി പറയുന്നു മഴ പെയ്യുന്നു. ആണോ? മാവച്ചി പറയുന്നു മഴ പെയ്യുന്നു. കാർത്തി എന്താ പറയുന്നത്? മഴ പെയ്യുമല്ലയോ? മാവച്ചി പറയുന്നു മഴ പെയ്യുന്നു അല്ലേ? നമുക്ക് നോക്കാം. മാവച്ചി, മഴ പെയ്യാനും പെയ്യാണ്ടിരിക്കാനും സാധ്യതയുണ്ടെന്ന് മാമ പറഞ്ഞു. അപ്പം മഴ പെയ്യുമെന്ന് വാവച്ചി പറഞ്ഞു. വാവച്ചിയുടെ ഫ്രണ്ട് പറഞ്ഞു ആന്ന്. അപ്പം ഓക്കെ. അപ്പം മഴ പെയ്യുവാണെങ്കിൽ വാവച്ചിക്കും അമ്മ ഒരു സർപ്രൈസ് തരും. മഴ പെയ്താലും പെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് പെയ്യണം. നീയല്ലേ പറഞ്ഞ മഴ പെയ്യൂന്ന്. കൺഫ്യൂഷനായോ? ഓക്കെ, എന്ത് പെയ്താലും മഴ പെയ്താലും ഇല്ലെങ്കിലും വാവച്ചിക്കും എനിക്കും സർപ്രൈസ് വേണോ? അത് വാവച്ചിക്ക് മാത്രം വേണോ? വാവച്ചിക്ക് മാത്രം മതി. അപ്പം എനിക്ക് വേണ്ട. രണ്ടുപേർക്കും വേണം. എങ്ങനെയെങ്കിലും 2 പേർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് വേണം. അത്രേ ഉള്ളൂ അല്ലേ? എന്താണ് സർപ്രൈസ്? അപ്പം ഞാൻ തരാം. നിൽക്കും സർപ്രൈസ്. എന്നാ അപ്പം നീ എനിക്ക് മാത്രം ചുമ്മാ സർപ്രൈസ് ഒന്നല്ല. തുറക്ക്. ഇതാണ് വാവച്ചിയുടെ സർപ്രൈസ്. എന്നിട്ട് ഞാൻ മാത്രം വാവച്ചിക്ക് റിയൽ സർപ്രൈസ് കൊടുക്കണം അല്ലേ? അതാണ് നടക്കാൻ പോകുന്നത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. സമ്മതിച്ചു. അങ്ങനെ ഞാനും വാവച്ചി എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാൻ കേട്ടോ. മഴ പെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് മഴയൊന്നും പെയ്തില്ല. അപ്പോൾ വാവച്ചിക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ ഓർത്തപ്പോൾ പിന്നെ സർപ്രൈസ് കൊടുക്കുകയും വേണ്ട. അപ്പം മഴ പെയ്യാത്തത് കൊണ്ട് നമ്മളൊന്ന് പുറത്ത് പോകാനായിട്ട് ഇങ്ങനെ റെഡിയായി. ഈ ഇടയ്ക്ക് വാവച്ചിക്ക് മീഷോന്ന് വാങ്ങിച്ച ബാഗാണ് കേട്ടോ. വാവച്ചിക്ക് ബാഗ് വേണം, പിന്നെ മോനെ ബാഗ് വേണം എന്ന് പറഞ്ഞപ്പം വാങ്ങിച്ച ബാഗാണിത് മീഷോന്ന്. കണ്ടോ? വാവച്ചിക്ക് ഇഷ്ടപ്പെട്ട ഈ ബാഗ്? നോക്കട്ടെ, ഇഷ്ടമായാ? കുറച്ച് വലുതാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ആണോ? ഇത്തിരി വലുതാ, കുഴപ്പമില്ല. പക്ഷെ ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭംഗിയല്ല, ഭംഗിയില്ല അമ്മ പറഞ്ഞാ. അത് അമ്മ വലുതാന്നാ പറഞ്ഞത്. ഭംഗിയൊക്കെ ഉണ്ട്. കൊട പിടിച്ച എങ്ങോട്ടാ? എന്തിനാണാവോ? ആർക്ക്? അച്ചി അങ്ങനെ ഫൈനലി നമ്മളിതാ ഒരു ഷോപ്പിലെത്തിട്ടോ. കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാനായിട്ടാണ് വന്നത്. അപ്പം വാവച്ചയ്ക്ക് നോക്കി, പക്ഷെ എനിക്ക് വാവച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊന്നും അവിടെ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല. അപ്പം എനിക്ക് ടോപ്പ് നോക്കാമെന്ന് ഓർത്തു. അങ്ങനെ എനിക്ക് കുറച്ച് ടോപ്സൊക്കെ നോക്കി അങ്ങനെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കത് ഇട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ നല്ലതാണോ ഇല്ലയോ എന്ന്. അപ്പം നമുക്ക് കോളർ ഉള്ളത് ഇഷ്ടമല്ല ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ഡ്രസ്സായിരുന്നു കേട്ടോ ഇട്ട് നോക്കാനായിട്ട്. അപ്പം നമ്മൾ ഇട്ട് നോക്കി. അപ്പം അതിലൊരു ഡ്രസ്സാണിത്. ഇത് ഇത്തിരി ലൂസായിരുന്നേ, പക്ഷെ എന്നാലും എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇത് അതേപോലെ ഭയങ്കര ലൂസായിരുന്നു. പക്ഷെ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നെക്സ്റ്റ് വൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനത്തെ അല്ല ഞാൻ നോക്കാനായിട്ട് വന്നത്. വാങ്ങാനായിട്ട് ഇങ്ങനെയല്ല വന്നത്. പക്ഷേ ഇതും അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. അപ്പം എല്ലാം വേണ്ടെന്ന് വെച്ചു എന്നാണോ നിങ്ങൾ നോക്കുന്നത്? അപ്പം ഞാൻ ഏതോ ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു. അതേതാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണോ ഞാൻ വാങ്ങിച്ചേ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹാപ്പിയായോ? ഗോ ഗോ ഗോ, പതുക്കെ പോ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വാവച്ചിക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേക്കും നമ്മൾ എന്നാൽ പിന്നെ സ്നാക്സ് കഴിക്കാൻ ഓർത്ത് നമ്മൾ സ്നാക്ക് കഴിക്കാൻ വന്നു.
പിന്നെ എപ്പോൾ കഴിക്കണം? ഓക്കെ ഓക്കെ. വാവച്ചി വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ എനിക്ക് പപ്സ് മതിയെന്ന്. അപ്പോൾ എനിക്കും നന്നായിട്ട് വിശന്നു. ഷോപ്പിംഗ് കഴിയുമ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ച് 2 പപ്സും 1 കട്ട്ലറ്റും ചായയും 1 പഴംപൊരിയാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് പഴംപൊരിയാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം കട്ട്ലറ്റും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കട്ട്ലറ്റ്. അപ്പോൾ എനിക്ക് ഈ പഴംപൊരിയേക്കാൾ ഇഷ്ടപ്പെട്ടത് കട്ട്ലറ്റായിരുന്നു. വാവച്ചിക്ക് പിന്നെ എവിടെ പോയാലും പപ്സ് മതി എന്നേ പറയാം. അങ്ങനെ എന്താ ഇപ്പോൾ രാത്രി 7 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു ഷോപ്പിലും കൂടെ പോകാനുണ്ടായിരുന്നു. അവിടെയും കൂടെ പോയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് എത്തിയത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അല്ലേ ആജി? സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ, ഷെയറും ചെയ്യണേ.